ആകപ്പാടെ ഇത്തിരി മുറ്റേ ഉള്ളുവെങ്കിലും അതിൽ നിറയെ ഇലകളാണ്. ദേ ഈ നിൽക്കുന്ന ലക്ഷ്മി തരുവിൻ്റെ ഇലകളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. തൂത്തുവാരി കളയും, വീണ്ടും വീഴും, തൂത്തുവാരി കളയും, വീണ്ടും വീഴും. ഇത് തന്നെയാണ് പണി. ഒരാൾ തന്നെയാണ് തൂക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മടുത്തു പോകും. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ മാറി മാറി തൂക്കാൻ ആളുണ്ട് കേട്ടോ. ഞാൻ തൂത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇല വീഴുമ്പോഴത്തേക്കും മക്കൾ തൂക്കും, ചേട്ടൻ തൂക്കും, അങ്ങനെ മാറി മാറി തൂക്കും. നമ്മൾ പറഞ്ഞ കാര്യം ഇതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചേട്ടൻ തൂത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിലേ കൂടി ഒരു വല്യമ്മച്ചി പോകുന്നുണ്ടായിരുന്നു. അവരുടനെ നമ്മളെ കണ്ട് നീ എന്താ നോക്കിക്കൊണ്ടിരുന്ന അവനെ കൊണ്ട് തോൽപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ടൊരു ചീത്ത. ഞാനൊരക്ഷരം മിണ്ടിയില്ല. അതെന്താ ആണുങ്ങൾ ചൂലെടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പ്രായത്തെ ബഹുമാനിച്ച് ഞാനൊന്നും മിണ്ടിയില്ല. അത് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് സത്യമല്ലേ, തൂക്കുന്ന ചൂല് പെണ്ണുങ്ങൾ മാത്രം എടുത്ത് മുറ്റം തൂക്കാനുള്ള നിയമമൊന്നും ഇല്ലല്ലോ. ഇല കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആർക്ക് വേണേലും തൂത്തുമാറ്റാം. അപ്പം ഇന്നത്തെ തൂക്കൽ ചേട്ടൻ ഏറ്റെടുത്തിരുന്നു. അങ്ങനെ സംഭവം തൂത്തുതേ. നമുക്ക് ഇവിടെയൊന്നും കൂട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടിട്ട് ഈ എല്ലാം അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞേക്കും. അല്ലെങ്കിൽ പിന്നെ അതെല്ലാം കൂടി അവിടെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇലകൾ എല്ലാം കൂടി വാരി ചാക്കിനകത്താക്കി കൊണ്ടുപോയി ഇതുപോലെ കത്തിച്ച് കളയും. ഇത് ഇവിടെ ഇട്ടാണ് നമ്മൾ കത്തിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി ചേട്ടൻ്റെ ആയിരുന്നു. കുറച്ച് പേപ്പറും ബാക്കി നമ്മളെ സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് വരുന്ന പേപ്പറില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ എടുത്ത് കത്തിക്കാൻ. അപ്പോൾ തീപ്പെട്ടി ചോദിച്ചപ്പോഴത്തേക്കും ഞാനൊരു ലൈറ്റർ എടുത്തുകൊണ്ട് കൊടുത്തു, നമ്മുടെ ഗ്യാസ് ലൈറ്റർ. അപ്പോൾ ചേട്ടൻ അന്തം വിട്ട് നിൽക്കുവാണ്. കാരണം ഞാൻ ഈ സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ചേട്ടൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ ലൈറ്റർ കൊണ്ട് നമുക്ക് ഇങ്ങനെ കത്തിക്കാൻ പറ്റും കേട്ടോ. ഗ്യാസ് ലൈറ്റർ ആണെങ്കിലും സംഭവം ഇങ്ങനെ പേപ്പറും ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കത്തിക്കാനും പറ്റും. ചേട്ടൻ അതിൻ്റെ ഫങ്ഷൻസൊക്കെ നോക്കുവാണ്. സംഭവം റീചാർജബിൾ ആണേ. അപ്പോൾ മിക്കവരുടെയും വീട്ടിലിതൊക്കെ കാണും. കാരണം ഇമാതിരി സാധനങ്ങളൊക്കെ ഇറങ്ങി ഏറ്റവും അവസാനം ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഇല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാവേ.